നമ്മൾ ഈ പറയുന്ന AMCയിൽ ഇപ്പം ഞാൻ നികേഷുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. നികേഷിൻ്റെ കമ്പനിയിൽ വന്ന് ഞാനൊരു സോഫ്റ്റ്വെയർ സർവീസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ നികേഷിൻ്റെ കമ്പനിയുടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ ചെയ്ത സർവീസസിൻ്റെ ഒരു ഇത് കൊടുക്കണം. എന്താണ് ഇൻവോയ്സ് കൊടുക്കും. ആ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നിങ്ങളുടെ ചീഫ് അക്കൗണ്ടൻറ്റോ ആരാണെന്ന് വെച്ചാൽ അത് ഓക്കെ ചെയ്തിട്ട് അത് ബോധ്യപ്പെട്ടിട്ട് എനിക്ക് പൈസ റിലീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് സർവീസിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ റെക്കോർഡ് ഇതാണ്. ഇത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. These are the service I have. അവിടെ ഒറ്റ ഇൻവോയ്സേ ഉള്ളൂ. അതാ പറഞ്ഞേ പല പല ഘട്ടങ്ങളെ കൊടുത്തില്ല. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അല്ലല്ല സാർ ഒരു നിമിഷം സാർ, ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, മാനേജ്മെന്റ് ഈ 3 കാര്യങ്ങളിലെ സേവനമാണ് വീണ തൈക്കണ്ണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. ഒരു സാധനവും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞു നിൽക്കട്ടെ. CFO പറഞ്ഞത് മാത്രമല്ല, IT എഞ്ചിനീയറായ അഞ്ജു പറഞ്ഞത് എന്താ? They have not utilized the service of any external agency for IT related work. IT വർക്കിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒരു സർവീസും അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഡെവലപ്മെന്റ് ഇല്ല, മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് ഇല്ല. പിന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച മെയിൻ്റനൻസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അത് സാറ്റിസ്ഫാക്ടറിയുമല്ല. മാത്രമല്ല ഇനി ഏതൊക്കെ സർവീസുകളാണ് നികേഷ് അവർ ഉപയോഗിച്ചത്? MS ഓഫീസ്, ഔട്ട്ലുക്ക്, പവർ ബിൽഡർ. ഈ പറയുന്ന നമുക്ക് ഈ IT മേഖലയിൽ പണിയെടുക്കുന്ന ഞാൻ 13,500 രൂപയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണന് തരാം. 13,500 രൂപയ്ക്ക് ഇത് വാങ്ങി ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ. അതാണ് ഈ സോഫ്റ്റ്വെയർ, ഇതാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ദുരൂഹമായ ഇടപാടാണ്. ആ ദുരൂഹമായ ഇടപാടിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് എന്തുകൊണ്ടാണ് വീണയ്ക്കോ അല്ലെങ്കിൽ വീണയുടെ കമ്പനിക്കോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്താൻ കഴിയാത്തത്? ഇപ്പോൾ രണ്ടാമത്തെ ഏജൻസിയാണല്ലോ വരുന്നത്. ആദ്യം ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇത് CMRL വ്യക്തത വരുത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല എതിരായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അടുത്തത് ROCയിൽ വരുമ്പോൾ വ്യക്തത കൊടുക്കുന്നില്ല. വേണമെങ്കിൽ അവിടെ വ്യക്തത വരുത്താവുന്നതായിരുന്നു. ഇനിയിപ്പോൾ SFIO വരികയാണ്. അത് മാത്രവുമല്ല, ഇതിപ്പോൾ ഒരു കോടതി കേസ് കൂടിയാണ്. ഇപ്പം 12-ാം തീയതി ഈ കേസ് പരിഗണിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ പറയാൻ പോകുന്നത്? അന്വേഷണം പ്രഖ്യാപിച്ചു SFIO. ദേവൻ രാമേന്ദ്രൻ നിരീക്ഷണം ഉണ്ടായിരുന്നു നേരത്തെ. എന്തുകൊണ്ട് SFIO വരുന്നില്ല എന്ന് ചോദിക്കുന്നു. 12-ാം തീയതി അവതരിപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ, എന്നാൽ പിന്നെ SFIOയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കോടതി സീലൂടി ഉണ്ടാകും. അതായത് ഇതുവരെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം, അതിനുശേഷം വന്നിരിക്കുന്ന ROCയുടെ അന്വേഷണം ഒന്നും കോടതിയിലൂടെ കോടതിക്ക് തടയാൻ കഴിയില്ല. കോടതിക്ക് തടയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, കോടതി ഇതിനെ എൻഡോസ് ചെയ്യും. കോടതി ഇതിനെ എൻഡോസ് ചെയ്യുമ്പം കോടതിയുടെ ദേവൻ രാമേന്ദ്രൻ എൻഡോസ് ചെയ്യും. അല്ലല്ല, ഏത് കോടതി എൻഡോസ് ചെയ്യും? കോടതിയായാലും എങ്ങനെ എതിർക്കുന്നത്? അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് നിലവിൽ ഈ 13,500 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാവുന്ന സേവനത്തിന് 1,72,00,000 രൂപ KSIDCയുടെ 13.4% ഓഹരിയുള്ള കമ്പനി ജനങ്ങൾക്ക് കിട്ടേണ്ട പണം വീണ വിജയന് കൊടുത്തു എന്നതാണ് കേസ്. അതിലപ്പുറം ഇത്രയും വലിയ പ്രതിഫലമൊക്കെ വാങ്ങുന്ന, ഇത്രയും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇപ്പം എന്താ പൂട്ടിപ്പോയത്? അല്ല, ലാഭത്തിലല്ല, നഷ്ടത്തിലാണ്. ഇനി 13,500 പൂർത്തിയാക്കട്ടെ. 13,500 നോക്കൂ. ഒരു സോഫ്റ്റ്വെയറിൻ്റെ വില തീരുമാനിക്കുന്നത്, അതിൻ്റെ മെയിൻ്റനൻസ് തീരുമാനിക്കുന്നത് CMRL എന്ന കമ്പനിയും എക്സാലോജിക് എന്ന കമ്പനിയുമാണ്. അവർ തമ്മിലുള്ള ധാരണയിൽ അവരെന്തൊക്കെയാണ് പൂർത്തിയാക്കട്ടെ, അവർ തമ്മിൽ ആ കരാറിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അരുൺ മനസ്സിലാക്കി. ആ കരാറിലെ വരികളല്ലല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അവരുടെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതി വെച്ചോട്ടെ. ഇതിപ്പോ SFIOയുടെ മുന്നിൽ എത്താൻ പോവുകയാണ് ഈ കരാർ എത്തിയേ തീരൂ. ഇനി അഥവാ വീണ തൈക്കണ്ടിയിൽ ഈ പറയുന്ന കരാർ നൽകിയിട്ടില്ല എങ്കിൽ തന്നെയും ആദായ നികുതി വകുപ്പിന്റെ കയ്യിൽ ഈ കരാറുണ്ട്. അവർക്ക് എടുക്കാം. അപ്പോൾ ആ കരാറിൽ ഈ പറയുന്ന 13,500 രൂപയുടെ സേവനം മാത്രമേ വീണ വിജയനിൽ നിന്ന് CMRL ഈ പറയുന്ന 1.72 കോടിക്ക് തേടിയിട്ടുള്ളൂ എങ്കിൽ ആയിക്കോട്ടെ, അത് ആ സമയത്ത് വിലയിരുത്തപ്പെടുമല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ചാടിക്കടിച്ച് 13,500, അപ്പോൾ പിന്നെ 1,72,00,000 -13,700 വിധിന്യായം ഒന്നും പുറപ്പെടുവിക്കണ്ട.
ഇത് എന്തായാലും രാഷ്ട്രീയമായി പിണറായി വിജയനെ പിടിക്കാൻ വന്നിരിക്കുന്ന കേസാണല്ലോ. അല്ല. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു ഇതൊരു വീഴ്ച അതിനകത്ത് ഉണ്ട് എങ്കിൽ ആ വീഴ്ചയിലേക്ക് പിടിച്ചോളന്നേ അവര്. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ? അതിന്റെ മലയാളമാണ് ആശങ്ക. അല്ല അതിന് ആശങ്കയുണ്ട്. എന്താണ് ആശങ്ക? എന്താണ് ആശങ്ക? അല്ല നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് അല്ല സർക്കാരിന് പൊതുജനങ്ങളുടെ താല്പര്യമുള്ള KSIDC സ്ഥാപനത്തിൽ നിന്ന് 1,72,00,000 രൂപ വീണ വിജയന് കൊടുക്കുന്നതിൽ അങ്ങേക്ക് വിഷമമില്ല? അല്ല ഉണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിലും വിഷമമുണ്ടെന്നേ. എനിക്ക് ഇക്കാര്യത്തിൽ എല്ലാ കാര്യത്തിനകത്തും വിഷമമുണ്ട്. എനിക്കറിയാം, ഞാൻ ഈ കഴിഞ്ഞ 20 വർഷമായി കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. CMRL-മായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ എനിക്കറിയാം. CMRL എങ്ങനെയാണ് നിലനിന്നത് എന്ന് എനിക്കറിയാം. CMRL ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും പണം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതിന്റെ ഭാഗമായി 1,72,00,000 കരാർ ഏതെങ്കിലും തരത്തിൽ വീണ വിജയൻ ഒരു സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് എങ്കിൽ അത് പരിശോധിക്കപ്പെടട്ടെ. പക്ഷേ നോക്കൂ, കേരളത്തിലെ ഒരു മാധ്യമ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അത് പിണറായി വിജയനിലേക്ക് മാത്രം എത്തിക്കുക എന്നുള്ള. പിണറായി വിജയനിലേക്ക് മാത്രം എത്തിക്കുന്നതിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള പിണറായി വിജയനിൽ ഒരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കട്ടെ. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള, ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് നോക്കിക്കാണാനുള്ളത് അതിന്റെ പൂർണ്ണ രൂപത്തിലാണ്. ആ പൂർണ്ണ രൂപത്തിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവുമോ? പക്ഷേ അവിടെയും പ്രശ്നമുണ്ട് അരുൺ. അതായത് നോക്കൂ, ഈ പറയുന്ന വീണ വിജയനും CMRL-ഉം തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടായിട്ടും അതിനകത്ത് ഇൻവോയ്സ് ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് ബില്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പണം രേഖാമൂലം അതായത് ബാങ്ക് അക്കൗണ്ട് മുഖേന വാങ്ങിയിട്ടുണ്ട്, അതിനവർ ടാക്സ് അടച്ചിട്ടുണ്ട്. ആ കേസിൽ ഇവർ ആദായ നികുതി വകുപ്പ് ഇളവ് നൽകാതെ ഇളവ് നൽകാതെ അവര് രാഷ്ട്രീയക്കാരന് പണമായി കൊടുത്തതിൽ, അവര് ടെമ്പിളിന് പണമായി കൊടുത്തതിൽ, അവര് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും പണമായി കൊടുത്തതിൽ അവർ ഇളവ് നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകം തന്നെ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. പിണറായി വിജയനെ മാത്രം പിടിച്ചാൽ മതി എന്ന നിലയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നേ. എങ്ങനെ ഇമ്മ്യൂണിറ്റി? അപ്പോൾ നിങ്ങൾ കേസ് മനസ്സിലാക്കിയിട്ടില്ല. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 100 രൂപയാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് അസസ്സി നൽകിയിരിക്കുന്നത്. 100 രൂപ. അതിൽ 70 രൂപ അവർക്ക് എന്ത് കൊടുത്തു? ആദായ നികുതി ഇളവ് കൊടുത്തു. ഈ ആദായ നികുതി ഇളവ് കൊടുക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രോസിക്യൂഷനും പാടില്ല എന്നുള്ളതാണ് ആദായ നികുതി വകുപ്പിന്റെ തീർപ്പ്. Meet the editors.